നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് 2 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസ് പോലീസ് കസ്റ്റഡിയിൽ. കാളികാവ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ ഫായിസിനെതിരെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഫായിസിനെതിരെ കുഞ്ഞിന്റെ മാതാവും ബന്ധുക്കളും പരാതി നൽകിയിരുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയതായിരുന്നു എന്നാണ് കുട്ടിയുടെ അടുത്ത ബന്ധുക്കളുടെ ആരോപണം. അലമാരയിലേക്കും കട്ടിലിലേക്കും കുട്ടിയെ വലിച്ചെറിഞ്ഞുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കുട്ടിയെ പിതാവ് കഴുത്തുനിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇന്നലെ ഫായിസിന്റെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിരുന്നു. എടുത്തപ്പോൾ ഫോൺ കട്ടാക്കി. പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് കുട്ടി മരിച്ചു എന്നാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയതാണെന്ന് പറഞ്ഞു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടില്ല. കുട്ടിക്ക് ഒരസുഖവും ഉണ്ടായിരുന്നില്ല. കുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നില്ലേ ഇവിടുന്ന് കൊണ്ടുപോയതെന്ന് ചോദിച്ചു. ഉമ്മയുടെ മുന്നിൽ വെച്ചാണ് കുട്ടിയെ കൊന്നത്. കുട്ടിയെ അലമാരയിലേക്ക് ഉന്തിയിട്ടും കട്ടിലിലെറിഞ്ഞും അടിച്ചും കൊങ്ങയ്ക്ക് പിടിച്ചു ഞെക്കിയിട്ടുമാണ് കൊന്നിരിക്കുന്നത്. ഫായിസിന്റെ ഉമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കുകയായിരുന്നു. മരിച്ച കുഞ്ഞിന്റെ അടുത്ത ബന്ധു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കുട്ടിയെയും മാതാവിനെയും കൊല്ലുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മരിച്ച കുട്ടിയുടെ ബന്ധുവായ സിറാജ് പറഞ്ഞു. ഫായിസിനെതിരെ കേസ് കൊടുത്തിരുന്നു. അതിന് എന്തായാലും അകത്തു പോകുമെന്ന ധാരണ വന്നപ്പോൾ കേസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു വന്നു. കേസ് ഒഴിവാക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടിയെ ഉപദ്രവിക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വിടാറില്ലായിരുന്നു.